Dear students, today we are going to learn a new chapter titled ഹൊഴികല്ലു. നമ്മൾ ഇന്നോടെ പഠിക്കാൻ പോകുന്നൊരു പുതിയ ചാപ്റ്ററാണ് ഹൊഴികല്ലു. ഇറ്റ് ഈസ് ആൻ അനക്ഡോട്ട്. ഈ ഹൊഴികല്ലു എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു അനക്ഡോട്ടാണ്. എന്ന് പറഞ്ഞാൽ റിയൽ സ്റ്റോറി, യഥാർത്ഥത്തിൽ സംഭവിച്ച കഥയാണ്. ഇറ്റ് വാസ് റിട്ടൺ ബൈ സുധാമൂർത്തി. സുധാമൂർത്തിയാണിത് എഴുതിയിട്ടുള്ളത്. ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ചാപ്റ്റർ, I would like to ask a question. What do you see in this video? ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എന്താണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത്? അതെ, ഇറ്റ് ഈസ് എ പിക്ചർ അല്ലേ? ഇതൊരു ചിത്രമാണ്. എന്തിൻ്റെ ചിത്രമാണ്? എ പിക്ചർ ഓഫ് സ്റ്റോൺ ബെഞ്ച്. കല്ലുകൊണ്ടുള്ള ഒരു ബെഞ്ചിൻ്റെ ചിത്രമാണിത്. വേർ ഡു യു സീ ഇറ്റ്? നമ്മൾ എവിടെയാണിത് കാണുന്നത്? ഇസ് മോസ്റ്റ്ലി ഇൻ വില്ലേജസ് അല്ലേ? ഈസ് യൂസ്ഡ് ടു സിറ്റ് ആൻഡ് ടേക്ക് റെസ്റ്റ്. ഇരിക്കാനും ഇരുന്ന് വിശ്രമിക്കാനും ഗ്രാമപ്രദേശങ്ങളിൽ കാണുന്ന ഒരു ബെഞ്ചാണ് ഇത്. സ്റ്റോൺ ബെഞ്ചാണ് ഇത്. ഓക്കെ, അപ്പോൾ ഹൊഴികല്ലു എന്ന് പറഞ്ഞാൽ ഇസ് എ സ്റ്റോൺ ബെഞ്ച്. രണ്ട് കല്ലുകൾ വേർട്ടിക്കലായി വെച്ച് കുത്തനെ വെച്ചതിൻ്റെ മുകളിൽ നാട്ടിവെക്കുന്ന, ഹൊറിസോണ്ടലായി വെക്കുന്ന കല്ലിനെയാണ് ഹൊഴികല്ലു എന്ന് പറയുന്നത്. ആക്ച്വലി ഹൊഴികല്ലു ഈസ് എ കന്നഡ വേർഡ്. കന്നഡ വേർഡാണ് ഹൊഴികല്ലു എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ chapter. Turn backward or time in your flight. സമയമേ, നീ നിൻ്റെ യാത്ര പിന്നോട്ട് നയിക്കുക. Make me a child again just for tonight. എന്നിട്ട് എന്ത് ചെയ്യുക? ഇന്ന് രാത്രിയെങ്കിലും എന്നെ നീ വീണ്ടും ഒരു കുട്ടിയാക്കുക. Remembering the good old childhood. നല്ല പഴയ കുട്ടിക്കാലത്തെ ദിവസങ്ങൾ ഓർക്കുക എന്നുള്ളത് ഓഫൺ ഫിൽസ് അവർ മൈൻഡ്. നമ്മുടെ മനസ്സിലെപ്പോഴും നിറക്കുന്നു. വിത്ത് ഫ്രഷ്നെസ് നിറക്കുന്നു. ആൻഡ് വിഗർ, സ്ട്രെങ്ത്, ശക്തി നിറക്കുന്നു. ആൻഡ് റീവിറ്റലൈസസ്. മാത്രമല്ല, ദാറ്റ് ഗിവ്സ് എസ് എനർജി. നമുക്കത് എനർജി നൽകുന്നു. ഇനഫ് ടു ഗോ ഫോർവേഡ് വിത്ത് കോൺഫിഡൻസ്. ആത്മവിശ്വാസത്തോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള എനർജി നമുക്ക് അത്തരം കുട്ടിക്കാലത്തെ നല്ല ഓർമ്മകൾ നൽകുന്നു. ഓക്കെ, ഇവിടെ നമ്മുടെ റൈറ്റർ, നമ്മുടെ സുധാമൂർത്തി ജീവിതത്തിൽ ഒരു സാഹചര്യം വരുമ്പോൾ തൻ്റെ കുട്ടിക്കാലം ഓർക്കുകയാണ്. കുട്ടിക്കാലം ഓർത്തു പോവുകയാണ് അല്ലേ? നമ്മളെ ജീവിതത്തിൽ പല ആളുകളും, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ചില സംഭവങ്ങൾ വരുമ്പോൾ, ചില സാഹചര്യങ്ങൾ വരുമ്പോൾ, when we have some context or situation, we remember our childhood days അല്ലേ? നമ്മളെ കുട്ടിക്കാലം ഓർക്കുന്നു. ചില നല്ല കുട്ടിക്കാലത്തെ നല്ല നാളുകളാണെങ്കിൽ അത് ഓർക്കുന്നത് എപ്പോഴും ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. എപ്പോഴും ഒരു മനസ്സിന് എന്ത് കിട്ടുന്നു? ഒരു ആശ്വാസം, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്, ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നു. ഇവിടെ സുധാമൂർത്തി അങ്ങനെയുള്ളൊരു സന്തോഷകരമായ ഒരു കുട്ടിക്കാലം സുധാമൂർത്തി നമ്മളോട് ഈ ഒരു അനക്ഡോട്ടിലൂടെ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നു. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ്. ഹോട്ട് സമ്മർ ഡേയ്സ്. ചൂടുള്ള വേനൽക്കാല ദിവസങ്ങൾ. റിമൈൻഡ് മീ. എന്നെ ഓർമ്മിപ്പിക്കുന്നു. സുധാമൂർത്തി സേസ്. സുധാമൂർത്തിയാണ് പറയുന്നത്. ചൂടുള്ള വേനൽക്കാല ദിവസങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കുന്നു ഓഫ് മൈ ചൈൽഡ്ഹുഡ്. എൻ്റെ കുട്ടിക്കാലത്തെ ഇൻ എ ലിറ്റിൽ വില്ലേജ്. ഒരു ചെറിയ ഗ്രാമത്തിലുള്ള. There was a large banyan tree right in the middle of the village. ആ ചെറിയ ഗ്രാമത്തിൻ്റെ ഒത്ത നടുവിലായിട്ടൊരു വലിയ ആൽമരമുണ്ടായിരുന്നു. ബനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ ആൽമരം. ആൻഡ് ഐ വുഡ് സ്പെൻഡ്. ഞാൻ ചെലവഴിക്കുമായിരുന്നു മെനി അവേഴ്സ്. ധാരാളം മണിക്കൂറുകൾ പ്ലേയിങ് അണ്ടർ ഇറ്റ്. ആ മരത്തിൻ്റെ ചുവട്ടിൽ കളിച്ചുകൊണ്ട് കുട്ടിയായിരുന്നപ്പോൾ. ഡ്യൂറിങ് മൈ ഹോളിഡേയ്സ്, എൻ്റെ ഒഴിവ് സമയങ്ങളിൽ. ദ ട്രീ, ആ മരം, വാസ് ലൈക്ക് എ ബിഗ് അംബ്രല്ല. മാസീവ് പറഞ്ഞ വലിയ കുട പോലെയായിരുന്നു ആ ഒരു മരം. വിത്ത് ഇറ്റ്സ് ബ്രാഞ്ചസ്, അതിൻ്റെ കൊമ്പുകൾ പ്രൊവൈഡിങ് നൽകിയിട്ടുണ്ടായിരുന്നു. മച്ച് നീഡഡ് ഷെയ്ഡ്, വേണ്ടത്ര ആവശ്യമായ തണലും, ആൻഡ് സക്കേഴ്സ്, സഹായവും പിന്തുണയും സപ്പോർട്ടും നൽകിയിട്ടുണ്ടായിരുന്നു. ട്രാവലേഴ്സ്, യാത്രക്കാർ, സ്പെൻഡ് ചെലവഴിച്ചു. സം ടൈം, കുറച്ചു നേരം, സിറ്റിംഗ് അണ്ടർ ഇറ്റ്, ആ മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ടും, ആൻഡ് ക്യാച്ചിങ് ദെയർ ബ്രെത്ത്, അവരുടെ ശ്വാസം എടുത്തുകൊണ്ടും, എന്ന് പറഞ്ഞാൽ അവരുടെ ക്ഷീണം അകറ്റിക്കൊണ്ടും. ബിഫോർ ഗോയിങ് ഓൺ, അവർ തുടരുന്നതിന് മുമ്പ്, ദ വേ, അവരുടെ യാത്ര. ടു മേക്ക് ദം കംഫർട്ടബിൾ, ആ
യാത്രക്കാർക്ക് ആശ്വാസം നൽകാൻ വേണ്ടി ആ മരത്തിൻ്റെ ചുവട്ടിൽ വരുന്ന യാത്രക്കാർക്ക് ആശ്വാസം നൽകാൻ വേണ്ടി ദവസേ ഹൊഴികല്ലു, അവിടെ ഒരു ഹൊഴികല്ലു ഉണ്ടായിരുന്നു. ഹൊഴികല്ലു എന്ന് പറയുന്ന ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്, ഫോട്ടോ നിങ്ങൾ കണ്ടതാണ്, ഇനി വിശദീകരിക്കുന്നില്ല. അപ്പോൾ ആ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു ഹൊറികല്ലു ഉണ്ടായിരുന്നു. ഹൊഴികല്ലു ലിറ്ററലി മീൻസ്, ഹൊറികല്ലു അർത്ഥമാക്കുന്നു, അണ്ടർലൈൻ ചെയ്യുക, സ്റ്റോൺ, ഒരു കല്ല്, ദാറ്റ് ക്യാൻ ബെയർ, അതിന് ചുമക്കാൻ കഴിയും, വെയിറ്റ്, ഭാരം ചുമക്കാൻ കഴിയുന്ന കല്ലിനെയാണ് ഹൊഴികല്ലു എന്ന് അർത്ഥമാക്കുന്നത്. ഒന്നുകൂടി വിശദീകരിക്കുന്നു. ഇറ്റ് വാസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ, ഇതൊരു വലിയ പരന്ന കല്ലാണ്. പ്ലേസിൽ അത് വെച്ചിരിക്കുന്നു. ഹൊറിസോണ്ടലി, തിരശ്ചീനമായി വെച്ചിരിക്കുന്നു. ഓവർ 2 വെർട്ടിക്കൽ വൺസ്, 2 തലകീഴായി ലംബമായി വെച്ചിരിക്കുന്ന 2 കല്ലിൻ്റെ മുകളിൽ നിരപ്പായി വെച്ചിരിക്കുന്ന ഒരു വലിയ കല്ലിനെയാണ് എന്തു പറയുക, നമ്മൾ കണ്ടു, ചിത്രം കണ്ടു അല്ലേ, ഹൊഴികല്ലു എന്ന് പറയുന്നത്. ദസ് മേക്കിംഗ്, ഇങ്ങനെ വെച്ചുകൊണ്ട് അതെന്തായിത്തീരുന്നു, എ സ്റ്റോൺ ബെഞ്ച്, ഒരു സ്റ്റോൺ കല്ലുകൊണ്ടുള്ള ഇരിപ്പിടമാകുന്നു. ഓൺ വിച്ച്, അതിൽ എനിവൻ കുഡ് സിറ്റ്, ഏതൊരാൾക്കും ഇരിക്കാൻ കഴിയും. ആൻഡ് റെസ്റ്റ് എ വൈൽ, കുറച്ചു നേരം വിശ്രമിക്കാനും കഴിയും. ചാറ്റ്, സംസാരിക്കാൻ കഴിയും. വിത്ത് എ ഫെലോ ട്രാവലർ, സഹയാത്രക്കാരനോട്. ആൻഡ് എക്സ്ചേഞ്ച്, കൈമാറ്റം നടത്താനും പറ്റും. ന്യൂസ് ഓഫ് ദ റോഡ്, വഴിയിലെ വാർത്തകൾ. കൂൾ വാട്ടർ, തണുത്ത വെള്ളം, വുഡ് ബി കെപ്റ്റ്, വെച്ചിട്ടുണ്ടായിരുന്നു, സൂക്ഷിക്കുമായിരുന്നു. ഇൻ എർത്തേൺ പോട്ട്സ്, മൺകലങ്ങളിൽ, നിയർ ദ ബെഞ്ച്. സുധാമൂർത്തി തൻ്റെ കുട്ടിക്കാലത്തെ അനുഭവം പറയുന്നു. ആ ആൽമരത്തിൻ്റെ ചുവട്ടിലുള്ള ഹൊറികല്ലു എന്ന് പറയുന്ന അല്ലെങ്കിൽ ബെഞ്ച്, സ്റ്റോൺ ബെഞ്ചിൻ്റെ അടുത്തായിട്ട് മൺകലങ്ങളിൽ, എർത്തേൺ പോട്ട്സ്, മൺകലങ്ങളിൽ തണുത്ത വെള്ളം വെക്കുമായിരുന്നു. എന്തിനു വേണ്ടി? ആൻഡ് പീപ്പിൾ, അതിലൂടെ യാത്ര നടത്തുന്ന ആളുകൾ, കുഡ് ക്വെഞ്ച്, അവർ ശമിപ്പിക്കുമായിരുന്നു, ദെയർ തേഴ്സ്റ്റ്, അവരുടെ ദാഹം, ബിഫോർ സ്റ്റാർട്ടിങ് ദെയർ ജേർണീസ് അഗെയിൻ, അവരുടെ യാത്ര വീണ്ടും ആരംഭിക്കുന്നതിന് മുമ്പ്. ഐ ആം ഷുവർ, എനിക്ക് തീർച്ചയാണ് അല്ലെങ്കിൽ എനിക്ക് ഉറപ്പാണ്. സിമിലർ, ഇതുപോലെയുള്ള സിമ്പിൾ അറേഞ്ച്മെൻറ്റ്സ്, നിസാരമായ ലളിതമായ ക്രമീകരണങ്ങൾ ക്യാൻ ബി ഫൗണ്ട്, കാണപ്പെടാൻ കഴിയും. ഇൻ വില്ലേജസ്, ഗ്രാമപ്രദേശങ്ങളിൽ, ഓൾ ഓവർ ദ കൺട്രി, നമ്മുടെ രാജ്യത്തുടനീളം അല്ലെങ്കിൽ രാജ്യത്ത് മുഴുവനായിട്ടും അല്ലേ. ഇങ്ങനെ കല്ലുകൊണ്ടുള്ള ബെഞ്ച് ആയിക്കൊള്ളണമെന്നില്ല, ഇതൊരു സിമ്പിളായിട്ട് പറയുകയാണ്. അത് ചിലപ്പോൾ മരം കൊണ്ടുള്ള ഒരു ബെഞ്ചായിരിക്കാം. നമ്മളൊക്കെ ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതായത് പോസ്റ്റ് അല്ലെ, ഇലക്ട്രിക് പോസ്റ്റ്, ഒഴിവാക്കിയിട്ടുള്ള ഇലക്ട്രിക് പോസ്റ്റ് ഇരിക്കാൻ വേണ്ടി ഗ്രാമപ്രദേശങ്ങളിലും അങ്ങാടികളിലൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അതാണ് സിമ്പിൾ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ദ ഹൊഴികല്ലു ഇൻ അവർ വില്ലേജ്, ഞങ്ങളുടെ ഗ്രാമത്തിലെ ഹൊഴികല്ലു. സുധാമൂർത്തി പറയുന്നു, ഹോൾഡ്സ്, ബ്രിങ്സ്, അത് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ അതിനുണ്ട്. സ്പെഷ്യൽ മെമ്മറീസ്, പ്രത്യേക ഓർമ്മകൾ. ഫോർ മീ, എന്നെ സംബന്ധിച്ചിടത്തോളം. ബിക്കോസ്, കാരണം. ഇറ്റ് ഈസ് ഇൻഎക്സ്ട്രിക്കബിളി ലിങ്ക്ഡ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ. ഇൻഎക്സ്ട്രിക്കബിളി മീൻസ് ഡിഫിക്കൽട്ട് ടു സെപ്പറേറ്റ്, ഒഴിച്ചുകൂടാനാവാത്ത രീതിയിൽ. ലിങ്ക്ഡ്, കണക്റ്റഡ്, ബന്ധപ്പെട്ടിരിക്കുന്നു വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ, എൻ്റെ ഗ്രാൻഡ് പേയുമായിട്ട്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഗ്രാമത്തിലെ ഹൊറികല്ലു ധാരാളം ഓർമ്മകൾ, സ്പെഷ്യൽ മെമ്മറീസ് എന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ ധാരാളം ഓർമ്മകൾ അല്ലെങ്കിൽ അതിനുണ്ട്. കാരണം എൻ്റെ ഗ്രാൻഡ് ഫാദറുമായിട്ട് ആ ഹൊറികല്ലുവിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ. ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് പറയുന്നു, അണ്ടർലൈൻ ചെയ്യുക. ഹി വാസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ, അദ്ദേഹം ഒരു റിട്ടയർഡായ സ്കൂൾ ടീച്ചറാണ്, സ്കൂൾ അധ്യാപകനായിരുന്നു. ആൻഡ് വുഡ് സ്പെൻഡ്, അദ്ദേഹം ചെലവഴിക്കുമായിരുന്നു, അവേഴ്സ് എവറി ഡേ, എല്ലാ ദിവസവും മണിക്കൂറുകൾ ചെലവഴിക്കുമായിരുന്നു. സിറ്റിംഗ് അണ്ടർ ദ ബനിയൻ ട്രീ, ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ടും. ആൻഡ് ടോക്കിംഗ്, സംസാരിച്ചുകൊണ്ടും. ടു ദോസ് റെസ്റ്റിംഗ് ദർ, ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന ആളുകളോട് സംസാരിച്ചുകൊണ്ടും ദിവസവും മണിക്കൂറുകൾ അദ്ദേഹം അവിടെ ചെലവഴിക്കുമായിരുന്നു. വെൻ ഐ വുഡ് ഗെറ്റ് ടയേർഡ് ഓഫ് പ്ലേയിങ്, കുട്ടിയായിരുന്ന ഞാൻ കളിച്ച് ക്ഷീണിക്കുമ്പോൾ, ഐ വുഡ് സിറ്റ്, ഞാൻ ഇരിക്കുമായിരുന്നു, നെക്സ്റ്റ് ടു ഹിം, എൻ്റെ ഗ്രാൻഡ് പേയുടെ അടുത്ത്. ആൻഡ് ഒബ്സേർവ്, ഞാൻ നിരീക്ഷിക്കുമായിരുന്നു, ദ പീപ്പിൾ ഹി വാസ് സ്പീക്കിംഗ് ടു, ഗ്രാൻഡ് പേയോട് സംസാരിക്കുന്ന ആളുകളെ ഞാനിങ്ങനെ നിരീക്ഷിക്കുമായിരുന്നു. ആൻഡ് ലിസൺ, ശ്രദ്ധിക്കുമായിരുന്നു, ടു ദ കോൺവേഴ്സേഷൻസ്, അവരുടെ സംഭാഷണങ്ങൾ. മോസ്റ്റ് ഓഫ് ദം, അവിടെ ഇരിക്കുന്ന ആ ആളുകളിൽ കൂടുതൽ ആളുകളും വില്ലേജസ്, ഗ്രാമവാസികളായിരുന്നു. ടേക്കിംഗ്, അവർ എടുക്കുന്നുണ്ടായിരുന്നു, എ ബ്രേക്ക്, ഒരു ഇടവേള, ഫ്രം ദ വർക്ക്, അവരുടെ ജോലിയിൽ നിന്നും. ഇൻ ദ ഫീൽഡ്സ് നിയർ ബൈ, സമീപത്തുള്ള വയലുകളിൽ ജോലി ചെയ്യുന്ന
ഗ്രാമവാസികളായിട്ടുള്ള ആളുകളാണ് അവിടെ ഭൂരിഭാഗവും. അങ്ങനെയുള്ള ആളുകൾ അവിടെ ഒരു ബ്രേക്ക്, അതായത് ഒരു ഇടവേള, ഒരു വിശ്രമം ജോലി കൂടുമ്പോൾ ക്ഷീണം മാറ്റാൻ വേണ്ടി, അകറ്റാൻ വേണ്ടി വന്നിരിക്കുന്നതായിരുന്നു അവിടെ. ദേ ഹാഡ് ടു വോക്ക് ലോങ് ഡിസ്റ്റൻസസ് ഈച്ച് ഡേ. അങ്ങനെയുള്ള ആ ആളുകൾക്ക് ദേ ഹാഡ് ടു വോക്ക്, അവർക്ക് നടക്കാനുണ്ടായിരുന്നു ലോങ് ഡിസ്റ്റൻസസ്, ഒരുപാട് ദൂരങ്ങൾ, ഈച്ച് ഡേ, ഓരോ ദിവസവും. ക്യാരിയിങ്, ചുമന്നുകൊണ്ട്, ഹെവി ബേർഡൻസ്, ഭാരമുള്ള ചുമടുകൾ ഓൺ ദെയർ ഹെഡ്സ്, അവരുടെ തലകളിൽ. ടയേർഡ് ഔട്ട് ബൈ ദ ഹീറ്റ്, ചൂട് കൊണ്ട് അവർ ക്ഷീണിക്കുമ്പോൾ ദേ വുഡ് ഡ്രിങ്ക്, ആ ജോലിക്കാരായ ഗ്രാമവാസികൾ കുടിക്കും ദ കൂൾ വാട്ടർ, തണുത്ത വെള്ളം കുടിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ ഹൊരികല്ലുവിൻ്റെ അടുത്ത് എന്തുണ്ട്, ബെഞ്ചിൻ്റെ അടുത്തായിട്ട് മൺകലങ്ങളിൽ തണുത്ത വെള്ളം സൂക്ഷിക്കുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ള മൺകലങ്ങളിൽ നിന്ന് തണുത്ത വെള്ളം കുടിക്കുമായിരുന്നു. വാഷ് ദെയർ ഫേസസ് വിത്ത് ഇറ്റ്, ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് മുഖം കഴുകുമായിരുന്നു. ആൻഡ് ചാറ്റ് വിത്ത് ഗ്രാൻഡ് ഫാദർ, അവിടെ ഇരിക്കുന്ന എൻ്റെ ഗ്രാൻഡ്പയുമായിട്ട് അവർ സംസാരിക്കുമായിരുന്നു. ദ കോൺവെർസേഷൻ, അവരുടെ സംഭാഷണം വുഡ് ബി അബൌട്ട് ദ ഡെയിലി ലൈഫ്സ്, അവരുടെ നിത്യജീവിതത്തെക്കുറിച്ചായിരിക്കും. ആൻഡ് വറീസ് ആൻഡ് പ്രോബ്ലംസ്, ആ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചുമായിരിക്കും അവരുടെ സംഭാഷണങ്ങൾ. നെക്സ്റ്റ് പാരഗ്രാഫ്. മാസ്റ്റർ ജി, ദിസ് സമ്മർ ഹാസ് ബീൻ സോ ഹോട്ട്. വൺ ഓഫ് ദ ട്രാവലേഴ്സ്, യാത്രക്കാരിൽ, ആ ഇതിൻ്റെ ചുവട്ടിലിരിക്കുന്ന, മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന യാത്രക്കാരിൽ ഒരാൾ പറയുന്ന ഡയലോഗാണത്. മാസ്റ്റർ ജി, ആരെയാണ് ഈ മാസ്റ്റർ ജി എന്ന് അഡ്രസ്സ് ചെയ്യുന്നത്? ഗ്രാൻഡ് ഫാദർ ഓഫ് സുധാമൂർത്തി. മാസ്റ്റർ ജി, ദിസ് സമ്മർ ഹാസ് ബീൻ സോ ഹോട്ട്. ഈ വേനൽക്കാലം വളരെയധികം ചൂടുള്ള വേനൽക്കാലമാണല്ലേ. ഐ ഹാവ് നെവർ സീൻ, ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, സച്ച് ഡ്രൈ വെതർ, ഇത്തരത്തിലുള്ള വരണ്ട ഒരു കാലാവസ്ഥ കണ്ടിട്ടില്ല എന്ന് യാത്രക്കാരിൽ ഒരാൾ കമൻറ്റ് പറയുമായിരുന്നു. അല്ലെങ്കിൽ പറയും, മാസ്റ്റർ ജി, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡിഫിക്കൽട്ട് ഫോർ മീ, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമാണ് ടു ക്യാരി ദീസ് ലാർജ് ലോഡ്സ് ഓൺ മൈ ഹെഡ്, ഇത്തരത്തിലുള്ള വലിയ ചുമടുകൾ എൻ്റെ തലയിൽ ചുമന്നു കൊണ്ടുപോവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമാണ് എന്ന് ചില ആളുകൾ, ചില യാത്രക്കാർ, ചില കർഷകർ, ഗ്രാമവാസികൾ ഗ്രാൻഡ്പയോട് അഭിപ്രായം പറയാറുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് പിന്നെ അങ്ങനെ പരാതി പറഞ്ഞിട്ട് അല്ലെങ്കിൽ വിഷമങ്ങൾ പറഞ്ഞിട്ട് ഗ്രാൻഡ്പക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടല്ല, പക്ഷേ അതൊരാശ്വാസം, അവർക്ക് ഗ്രാൻഡ്പയുമായിട്ടുള്ള സംഭാഷണം അവർക്കൊരാശ്വാസം നൽകാറുണ്ട്. താങ്ക് ഗോഡ് ഫോർ ദിസ് ഹൊരിഗ്, ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം യാത്രക്കാർ പറയും എന്ത്, ഈ ഒരു ചൂടുള്ള, ഈ ഒരു വേനൽക്കാലത്ത്, ഈ ഒരു സമ്മർ സീസൺ വളരെയധികം ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ് മാസ്റ്റർ ജി, അല്ലെങ്കിൽ എൻ്റെ തലയിൽ ഇത്ര വലിയ ചുമടുകൾ കൊണ്ടുപോകാൻ വളരെ പ്രയാസകരമാണ് എന്നൊക്കെ ഗ്രാമവാസികളായ ജോലിക്കാർ കമൻറ്റ് പറഞ്ഞിട്ട് അവർ പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? താങ്ക് ഗോഡ് ഫോർ ദിസ് ഹൊറിഗല്ലു, ഈ ഒരു ഹൊറിഗല്ലു ഇവിടെ ഉള്ളതിൽ അല്ലെങ്കിൽ ഉണ്ടായതിൽ ദൈവത്തോട് നന്ദി പറയുന്നു. കാരണം അതുകൊണ്ടാണ് അവർക്ക് അവിടെ ഇരിക്കാൻ കഴിയുന്നത്, വിശ്രമിക്കാൻ കഴിയുന്നതൊക്കെ. ഐ വിഷ് മൈ സൺ വുഡ് ഹെൽപ്പ് ബട്ട് ഹി ഓൺലി വാണ്ട്സ് ടു ഗോ ടു ദ സിറ്റി. അതൊക്കെ ഗ്രാൻഡ്പയോട് ആ ജോലിക്കാരിൽ ഒരാൾ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന കർഷകരിലുള്ള ഗ്രാമവാസികളിൽപ്പെട്ട ആളുകൾ കമൻറ്റ് പറയാണ്. എന്താ പറയുന്നത്? ഐ വിഷ്, ഞാൻ ആഗ്രഹിക്കുന്നു, മൈ സൺ വുഡ് ഹെൽപ്പ്, ഈ കൃഷിപ്പണിയിൽ എൻ്റെ മകൻ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അയാൾ തന്നെ പറയുന്നു, ഹി ഓൺലി വാണ്ട്സ് ടു ഗോ ടു ദ സിറ്റി, പക്ഷേ അവനൊക്കെ സിറ്റിയിൽ പോയി ജോലി ചെയ്യാനാണ് അവൻ ആഗ്രഹിക്കുന്നത്, അവനൊന്നും ഈ കൃഷിയിൽ എൻഗേജ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് അയാൾ തന്നെ പറയുന്നു. അങ്ങനെ ദേ സ്പോക്ക് അബൌട്ട് ദ ഡിഫിക്കൽട്ടീസ് ദേ ലിവ്ഡ് വിത്ത്, അവർ ജീവിക്കുന്ന സാഹചര്യത്തിലെ പ്രയാസങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചു. മൈ ഗ്രാൻഡ് ഫാദർ കുഡ് ഓൺലി ലിസൺ ടു ദം, എൻ്റെ ഗ്രാൻഡ് ചെയ്യുന്നത് എന്ത് മാത്രമാണ്, അവർ പറയുന്ന പരാതികളും പരിഭവങ്ങളൊക്കെ കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ജസ്റ്റ് ടോക്കിംഗ് ടു ഹിം, എൻ്റെ ഗ്രാൻഡ്പയോടുള്ള സംസാരം മാത്രം, എൻ്റെ ഗ്രാൻഡ്പ അങ്ങനെ കേട്ടിരുന്നാൽ മതി. അങ്ങനെ ഇരുന്നാൽ തന്നെ സീംഡ്, ആ കർഷകർക്ക്, ആ പരാതി പറയുന്ന അവരെ തോന്നിപ്പിച്ചു, ടു റിഫ്രഷ് ദം, അവർക്കൊരു ഉന്മേഷം കിട്ടുന്നതായിട്ട്, റിഫ്രഷ്മെൻറ്റ് കിട്ടുന്നതായിട്ട് ഫോർ ദ ജേണി, യാത്ര ചെയ്യാൻ വേണ്ടി. ഗ്രാൻഡ്പ അവിടെ ഇരുന്ന് അവർ പറയുന്ന പരാതികളും അവർ പറയുന്ന പരിഭവങ്ങളും കേട്ടിരുന്നാൽ തന്നെ മതി. അതിന് അവർക്ക് വലിയൊരു ആശ്വാസം അവർക്ക് എന്ത് ചെയ്യാറുണ്ട്, ആ ജോലിക്കാർക്ക്, ഗ്രാമവാസികൾക്ക് നൽകാറുണ്ട്. ആഫ്റ്റർ സം ടൈം, കുറച്ച് സമയത്തിന് ശേഷം, ദേ വുഡ് പിക്ക് അപ്പ് ദെയർ ബേർഡൻസ്, ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും അവർ ഇറക്കി വെച്ച ചുമടുകൾ അവർ എടുക്കുന്നു. വിത്ത് സം ഈസ്, വളരെ ഈസി ആയിക്കൊണ്ട്, വളരെ എളുപ്പത്തിൽ
എളുപ്പത്തിൽ അവർ എടുക്കുന്നു. ആൻഡ് ഗോ ഓൺ, അവർ തുടരുന്നു. ദെയർ വേ, അവരുടെ യാത്ര തുടരുന്നു. ദ ഹൊറിഗല്ലു വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇൻ ദെയർ ലൈഫ്സ്. ഈ ഹൊറിഗല്ലു, ഈ സ്റ്റോൺ ബെഞ്ച് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഇൻ ദെയർ ലൈഫ്സ്. അവരുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ്, ഫീച്ചറാണ് എന്ത്, ഈ ഹൊറിഗല്ലു എന്ന് പറയുന്നത്. ആൻഡ് ആസ് എ ചൈൽഡ്, ഒരു കുട്ടി എന്ന നിലയിൽ ഐ വുഡ് ഓഫൻ നോട്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയില്ല, വൈ ദേ ബ്ലെസ്ഡ് ഇറ്റ് സോ ഓഫൻ, എന്തുകൊണ്ടാണ് ആ കർഷകരായ ഗ്രാമവാസികളായിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണ് പലപ്പോഴും ആ ഒരു സ്റ്റോൺ ബെഞ്ചിനെ അനുഗ്രഹിച്ചത്, അല്ലേ, ബ്ലെസ് ചെയ്തത്, സ്തുതിച്ചത്, ഫോർ ബീയിങ് ദർ. ആ ഒരു സ്റ്റോൺ ബെഞ്ച്, ആ മരത്തിൻ്റെ ചുവട്ടിൽ ഉള്ള കാരണത്താൽ, അല്ലെങ്കിൽ ഉണ്ടായതിൽ എന്തുകൊണ്ടാണ് ആ കർഷകർ, ഗ്രാമവാസികളായ ആളുകൾ പലപ്പോഴും അതിനെ സ്തുതിച്ചത് അല്ലെങ്കിൽ അതിനെ പുകഴ്ത്തിയത് എന്ന് കുട്ടി എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആഫ്റ്റർ ഓൾ, എന്തൊക്കെയായാലും ഇറ്റ് വാസ് ഓൺലി എ സ്റ്റോൺ ബെഞ്ച്. അപ്പം അന്ന് സുധാമൂർത്തി ഒരു കുട്ടി എന്ന നിലയിൽ സുധാമൂർത്തിയുടെ മനസ്സിലേക്ക് വന്ന കാര്യം എന്താ, ഇതൊരു കല്ലിൻ്റെ ഒരു ബെഞ്ചല്ലേ, ഇതിനിപ്പോൾ എന്താ അത്ര വലിയ റോള്, ഈ കർഷകരുടെ ജീവിതത്തിൽ എന്ത് റോളാണ് ഇപ്പോൾ ഇതിനുള്ളത് എന്നൊരു ആശയം മാത്രമാണ് കുട്ടിയായ സുധാമൂർത്തിയുടെ മനസ്സിലേക്ക് വന്നത്. ഇറ്റ് വാസ് മൈ ഗ്രാൻഡ് ഫാദർ, എൻ്റെ ഗ്രാൻഡ് പാ, ഹൂ ടോൾഡ് മീ, എന്നോട് പറഞ്ഞു, ചൈൽഡ്, കുട്ടി, എ ഹൊറിഗല്ലു ഈസ് എസെൻഷ്യൽ ഇൻ എനി ജേണി. കുട്ടിയായ സുധാമൂർത്തിക്ക് ഗ്രാൻഡ് പറഞ്ഞു കൊടുക്കുകയാണ് എന്താ, കുട്ടി, ഹൊറിഗല്ലു എന്ന് പറയുന്നത് ഏതൊരു യാത്രക്കും അത്യാവശ്യമായ ഒന്നാണ്. ഇവിടെ കല്ല്, നേരത്തെ പറഞ്ഞല്ലോ, കല്ല് കൊണ്ടുള്ള ബെഞ്ചാവണമെന്നില്ല, എന്തുമാവാം, ഒരു ഇരിപ്പിടം എന്നേ അർത്ഥമുള്ളൂ. ഇതൊരു സിമ്പലാണ്, ഒരു പ്രതീകമാണ്. ഓക്കെ, അപ്പോൾ ഹൊറിഗല്ലു എന്ന് പറയുന്നത് ഏതൊരു യാത്രയിലും അത്യാവശ്യമാണ്. വി ഓൾ ക്യാരി, നമ്മളെല്ലാവരും ചുമക്കുന്നു അവർ ബേർഡൻസ്, നമ്മുടെ ചുമടുകൾ, അക്കോർഡിംഗ് ടു അവർ സിറ്റുവേഷൻസ്, നമ്മുടെ സാഹചര്യങ്ങളനുസരിച്ചും ആൻഡ് കപ്പാസിറ്റീസ്, കഴിവുകളനുസരിച്ചും, അല്ലേ. നമ്മളെല്ലാവരും തലയിൽ ചുമട് വെച്ച് അല്ലെങ്കിൽ ഒരു ചാക്ക് വെച്ചിട്ടാണോ യാത്ര ചെയ്യുന്നത്? അല്ല. കർഷകരാണെങ്കിൽ അവരുടെ തലയിൽ ചുമട് വെച്ച് പോകുന്നു. അല്ലാത്ത ആളുകളാണെങ്കിൽ നമ്മളെ തലയിൽ ചുമട് അതാണ് ഇവിടെ പറയാൻ കാരണം. ഓരോരുത്തരും അവരുടെ സാഹചര്യങ്ങൾക്കും കഴിവുകൾക്കും അനുസരിച്ച് ബേർഡൻസ്, ചുമടുകൾ എന്ത് ചെയ്യുന്നു, ചുമക്കുന്നു. എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ടെൻഷനായിരിക്കാം, പിന്നെ ഓഫീസുകളിൽ ജോലി ചെയ്യും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് അവരുടെ മനസ്സിൽ ടെൻഷനായിരിക്കും, നാളെന്താകും, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് എന്താകും, അല്ലെങ്കിൽ എൻ്റെ ജോലി എന്താ, അങ്ങനെ അതും എന്ത് തന്നെയാണ്, ഒരു ബേർഡൻ, ഒരു ചുമട് തന്നെയാണ്, തലയിലല്ല, കാണുന്ന ചുമട് അല്ല എന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ടെൻഷൻസിനെയും, കാണുന്നതും കാണാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എന്ത് പറയുന്നത്, ബേർഡൻസ് എന്ന് പറയുന്നത്. ബട്ട് എവരി വൺസ് ഇൻ എ വൈൽ, ചില സമയങ്ങളിൽ ഇങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ടെൻഷൻസും അതുപോലെ തന്നെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഏത് യാത്രയാണെങ്കിലും ശരി, അതൊരു ഓഫീസിലേക്കാണ് പോകുന്നതെങ്കിലും ഒരു ബിസിനസ്സാണെങ്കിൽ ചെയ്യുന്നതെങ്കിലും അല്ലെങ്കിൽ ഒരു പാടത്തേക്കാണ് പോകുന്നതെങ്കിലും ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള എന്തുണ്ട്, ടെൻഷൻസും വറീസും അതുപോലെ തന്നെ സ്ട്രെസ്സും സമ്മർദ്ദങ്ങളുണ്ട്. അതുകൊണ്ട് ചില സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, എവരി വൺസ് ഇൻ എ വൈൽ, ചില സമയങ്ങളിൽ വി നീഡ് ടു സ്റ്റോപ്പ്, നമുക്ക് നിർത്തേണ്ട ആവശ്യമുണ്ടാകും. നമ്മുടെ യാത്ര അല്ലെങ്കിൽ നമ്മളെ ജോലി നിർത്തേണ്ട ആവശ്യമുണ്ടാകും. എന്നിട്ടോ പുട്ട് ഡൗൺ ദാറ്റ് ബേർഡൻ, നമ്മുടെ തലയിലുള്ള ചുമട് നിലത്ത് വെക്കേണ്ട ആവശ്യമുണ്ടാകും. ആൻഡ് റെസ്റ്റ്, എന്നിട്ട് വിശ്രമിക്കുകയും വേണം. അപ്പോൾ തലയിലുള്ള ചുമട് മാത്രമല്ല അല്ലേ, നമ്മുടെ മനസ്സിലുള്ള ഭാരങ്ങളെ താഴെ ഇറക്കേണ്ടി വരും, നമുക്കൊരു റെസ്റ്റ് എടുക്കേണ്ടി വരും, നമുക്കൊരു ആശ്വാസം വേണ്ടി വരും. ഏതൊരു മനുഷ്യനാണെങ്കിലും ഇതിൻ്റെ ആവശ്യം ഉണ്ടാകും. ഓൺലി ദെൻ, അങ്ങനെ ചെയ്താൽ മാത്രമേ ക്യാൻ വി ബി റിഫ്രഷ്ഡ് ഇനഫ്, നമുക്ക് വേണ്ടത്ര റിഫ്രഷ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. ടു പിക്ക് അപ്പ് ദ ലോഡ് വൺസ് മോർ, ഒരിക്കൽ കൂടി നമുക്ക് ആ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരാളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 5 മണി അല്ലെങ്കിൽ 10 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ മനസ്സിൽ ഒരുപാട് എന്തുണ്ട്, ജോലി ഭാരങ്ങളും മറ്റുമുണ്ടാവും അല്ലേ, ടെൻഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അയാൾക്ക് എന്താവശ്യമാണ്, അയാൾക്കൊരു റെസ്റ്റ് ആവശ്യമാണ്. ഓക്കെ, അങ്ങനെ റെസ്റ്റ് എടുത്താൽ മാത്രമേ പിന്നെ വർക്ക് ചെയ്യാനുള്ള ഉന്മേഷം അയാൾക്ക് ഉണ്ടാവുള്ളൂ എന്നാ. ഓക്കെ, ദ ഹൊറിഗല്ലു ഗിവ്സ് എവരി വൺ ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഡു സോ അല്ലേ. ഇപ്പോൾ നമ്മളൊക്കെ കണ്ടറിയാം, നമ്മളെ വീട്ടിലുള്ള ആണുങ്ങൾ പുരുഷന്മാരൊക്കെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏത് ജോലിക്ക് പോകുന്ന ആളുകളും വൈകുന്നേരം കുളിച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യും, അങ്ങാടിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യും, ഒന്നിരിക്കും അല്ലേ. അതെന്ത് ചെയ്യുന്നുണ്ട്, അവർക്കൊരു ആശ്വാസം നൽകുന്നുണ്ട്, ഒരു ബ്രേക്ക് നൽകുന്നുണ്ട്. അങ്ങനത്തെ ഹൊറിഗല്ലു ഗിവ്സ് എവരി വൺ, ഈ ഹൊറിഗല്ലു എന്ന് പറയുന്ന ആ പ്ലേസ് എന്തുമാവട്ടെ അത് നൽകുന്നു എവരി വൺ, എല്ലാ ആളുകൾക്കും ദാറ്റ് ഓപ്പർച്യൂണിറ്റി, അവസരം ടു ഡു സോ, അങ്ങനെ ചെയ്യാനുള്ള. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ, ഇത് ആളുകളെ സഹായിക്കുന്നു. റീഗെയിൻ, വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. ദെയർ സ്ട്രെങ്ത്, അവരുടെ ശക്തി വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. ലേറ്റർ ഓൺ ലൈഫ്,
പിന്നീട് ജീവിതത്തിൽ ഐ ഗോട്ട് ടു സീ, ഞാൻ കാണാനിടയായി സംതിങ്, ചില കാര്യം, ദാറ്റ് റിമൈൻഡഡ് മീ, അത് എന്നെ ഓർമ്മിപ്പിച്ചു ഓഫ് ദാറ്റ് സ്റ്റോൺ ബെഞ്ച്, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ട ആ സ്റ്റോൺ ബെഞ്ച്, ഗ്രാൻഡ് പേയോടൊപ്പം കണ്ട ആ സ്റ്റോൺ ബെഞ്ചിനെ വൺസ് അഗെയിൻ ഒരിക്കൽ കൂടി. കുട്ടിക്കാലം കഴിഞ്ഞ് സുധാമൂർത്തി തൻ്റെ ഓദറായിട്ടുള്ള നമ്മുടെ സുധാമൂർത്തി ജോലിയായി. അങ്ങനെ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എന്തോ ഒരു കാര്യം ആ കുട്ടിക്കാലത്തെ സ്റ്റോൺ ബെഞ്ച് വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവന്നു. ആ ഒരു കാര്യമാണ്, സംഭവമാണ് ഇവിടെ പറയുന്നത്. ഐ വാസ് വർക്കിംഗ് ഇൻ എ ബോംബെ, നൗ മുംബൈ, ഇന്ന് മുംബൈ എന്നറിയപ്പെടുന്ന ബോംബെയിൽ ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. വൺ ഓഫ് മൈ കൊളീഗ്സ് എന്ന് പറഞ്ഞാൽ ഫെലോ വർക്കേഴ്സ്, സഹപ്രവർത്തകർ, സഹജോലിക്കാർ അല്ലേ, കൊളീഗ്സ്. വൺ ഓഫ് മൈ കൊളീഗ്സ്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ, അണ്ടർലൈൻ ചെയ്യുക, പേര് രത്ന, ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറുണ്ട്. രത്ന വാസ് എ സീനിയർ ക്ലർക്ക്, എൻ്റെ ഓഫീസിലെ സീനിയർ ക്ലർക്കായിരുന്നു. മിഡിൽ ഏജ്ഡ്, മധ്യവയസ്കയായിട്ടുള്ള ഒരാളായിരുന്നു. ആൻഡ് ഓൾവേസ് സ്മൈലിംഗ്, ഷി വാസ് ഓൾവേസ് സ്മൈലിംഗ്, ദാറ്റ് വാസ് ഹെർ ക്വാളിറ്റി അല്ലേ, ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എപ്പോഴും പുഞ്ചിരിക്കുന്നൊരു മുഖമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഷീ ഹാഡ് ഡൺ, അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹർ ഗ്രാജുവേഷൻ, തൻ്റെ ബിരുദം, ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ബീൻ വർക്കിംഗ്, എന്നിട്ട് ബിരുദം കഴിഞ്ഞതിന് ശേഷം, ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം വർക്ക് ചെയ്യുകയായിരുന്നു ഇൻ ദ കമ്പനി, സുധാമൂർത്തി ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഫോർ നിയർലി ഏകദേശം 25 years, 25 വർഷമായിട്ട്. അപ്പോൾ സീനിയറായ ഒരു ക്ലർക്കാണ്. ഷീ വെൻ്റ് അബൌട്ട്, ഷീ കണ്ടിന്യൂഡ്, അവർ, ആ രത്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ തുടർന്നു അവരുടെ റെപ്പിറ്റേറ്റീവ്, ആവർത്തിച്ചുള്ള 25 വർഷമായി, 1-2 വർഷമല്ല, ഒരേ സെയിം ജോലി അല്ലേ, ആവർത്തിച്ചുള്ള മണ്ടെയിൻ എന്ന് പറഞ്ഞാൽ വിരസമായ അല്ലെങ്കിൽ മടുപ്പിക്കുന്ന വർക്ക്, ആ ജോലി അവർ തുടർന്നു വിത്ത് ആൻ ഇൻഫെക്ഷസ് ചിയർഫുൾനെസ്. ഇൻഫെക്ഷസ് എന്ന് പറഞ്ഞാൽ എക്സൈറ്റിംഗ്, അതിശയിപ്പിക്കുന്ന, ചിയർഫുൾനെസ് മീൻസ് ഉത്സാഹത്തോടുകൂടി, ജോയ്, ഉത്സാഹത്തോടുകൂടി അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് തന്നെ എന്താ പറയുക, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വാട്ട് പേഴ്സണാലിറ്റി രത്ന ഹാസ്, ഏത് തരത്തിലുള്ള വ്യക്തിത്വമാണ് രത്ന. 25 വർഷമായിട്ടും യാതൊരുവിധ മടുപ്പോ അല്ലെങ്കിൽ പ്രയാസമോ ഒരു അലസതയോ ഇല്ലാതെ ഒരേ ഉത്സാഹത്തോടുകൂടി അവർ ആ ജോലി, ക്ലർക്ക് എന്ന് പറയുന്ന ആ ഒരു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. എവ്രിഡേ, സംഭവം സുധാമൂർത്തി പറഞ്ഞിട്ടില്ല, പറയാൻ പോവാണ്. എവ്രിഡേ, എല്ലാ ദിവസവും, ഡ്യൂറിങ് ദ ലഞ്ച് അവർ, ഉച്ചഭക്ഷണ സമയത്ത്, ഷീ വുഡ് സിറ്റ്, രത്ന എന്ന് പറയുന്ന സ്ത്രീ ഇരിക്കുമായിരുന്നു വിത്ത് സം പേഴ്സൺസ്, ചില വ്യക്തികളോടുകൂടി, ഇൻ വൺ ഓഫ് ദ റൂംസ്, ആ കമ്പനിയിലെ ഏതെങ്കിലും ഒരു റൂമിൽ തൻ്റെ സഹപ്രവർത്തകരുടെ കൂടെ, ജോലി ചെയ്യുന്ന ആളുകളുടെ കൂടെ ഇരിക്കുമായിരുന്നു. എന്നിട്ടോ ആൻഡ് ദേ വുഡ് ഹാവ് ലോങ് ചാറ്റ്സ്, എന്നിട്ട് അവർക്കിടയിൽ ഒരുപാട് നേരത്തെ സംസാരം അവർ നടത്തുമായിരുന്നു. അവർ ഇങ്ങനെ രത്ന എന്ന് പറയുന്ന ആ സ്ത്രീയോട് മറ്റുള്ള അവരുടെ സഹപ്രവർത്തകർ ഒരുപാട് നേരം സംസാരിക്കുമായിരുന്നു. ഐ വുഡ് ഓഫൺ വണ്ടർ, ഞാൻ പലപ്പോഴും ഇത് കണ്ടപ്പോൾ ജൂനിയറായിട്ടുള്ള സുധാമൂർത്തി പലപ്പോഴും അത്ഭുതപ്പെട്ടു. വാട്ട് ദേ ടോക്ട് അബൌട്ട്, എന്തിനെക്കുറിച്ചായിരിക്കാം രത്നയോട് ആ ജോലിക്കാരൊക്കെ സംസാരിക്കുന്നത്. വൺ ഡേ, ഒരു ദിവസമായി, ഫൈനലി ആസ്ക്ഡ്, ഞാൻ അവസാനം രത്നയോട് ചോദിച്ചു, രത്ന, വാട്ട് ഡു യു ടോക്ക് വിത്ത് ഈച്ച് പേഴ്സൺ ഫോർ ദ ഹോൾ ലഞ്ച് അവർ, ഈ ഉച്ചഭക്ഷണ സമയത്ത് നിങ്ങൾ ഓരോ വ്യക്തിയുമായിട്ടും സംസാരിക്കുന്നത് എന്താണ്. രത്ന സ്മൈൽഡ്, രത്ന പുഞ്ചിരിച്ചു. ആൻഡ് സെഡ് സിംപ്ലി, വളരെ ലളിതമായിട്ട് പറഞ്ഞു, അണ്ടർലൈൻ ചെയ്യുക, ദേ ഷെയർ ദേ ട്രബിൾസ് വിത്ത് മീ, ദേ ഷെയർ, അവർ പങ്കുവെക്കുന്നു, ദേ ട്രബിൾസ്, അവരുടെ പ്രയാസങ്ങൾ, വിത്ത് മീ, എന്നോടൊപ്പം, അവരുടെ പ്രയാസങ്ങൾ എന്നോടൊപ്പം അവർ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇത് പലപ്പോഴും നമുക്ക് ഒരു എന്താ പറയുക, ഒരു അത്ര വലിയൊരു പ്രാധാന്യമില്ലാത്ത സിമ്പിളായൊരു കാര്യമായിട്ട് തോന്നിയേക്കാം. പക്ഷേ നമ്മളിൽ പല ആളുകളും എന്താ പറയുക, കേൾക്കാൻ, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ നമുക്ക് ആർക്കും ഒരു ക്ഷമ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മനസ്സുണ്ടാവില്ല. നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ചാൽ മതി. ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ടു ബി എ ഗുഡ് ലിസണർ ആൻഡ് നോട്ട് എ സ്പീക്കർ എന്നാണ്. ഒരു ആളുടെ നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ലൊരു കേൾവിക്കാരനാവുക എന്നാണ്. അല്ലാതെ നമുക്കിപ്പോൾ നമ്മളെ കാര്യങ്ങൾ നമ്മളെ സുഹൃത്തുക്കളോട്, നമ്മളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മളെ സുഹൃത്തുക്കളോട് നമ്മളെ കാര്യങ്ങൾ നമ്മൾ വാത്തോരാതെ സംസാരിക്കും. പക്ഷേ നമ്മളെ സുഹൃത്തുക്കൾ നമ്മളോട് പറയുന്നത്, പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പറയുന്നത് എത്രത്തോളം കേട്ടിരിക്കാനുള്ള ക്ഷമ, പേഷ്യൻസ് നമുക്കുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിച്ചാൽ മതി. അതിനൊരു കഴിവ് തന്നെ വേണം, ക്ഷമ തന്നെ വേണം. അപ്പോൾ രത്ന പറഞ്ഞു, അവരുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു, എന്നോട് ഷെയർ ചെയ്യുന്നു, അത് ഞാനിങ്ങനെ ഇരുന്ന് കേൾക്കും എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് രത്ന പറഞ്ഞു.
പക്ഷെ അപ്പോൾ പിന്നെ സുധാമൂർത്തി ചോദിച്ചു, അവരവരുടെ പ്രശ്നങ്ങൾ ഞാനുമായിട്ടാണ് അവരവരുടെ പ്രശ്നങ്ങൾ, എൻ്റെ സഹപ്രവർത്തകരുടെ അവരുടെ പ്രശ്നങ്ങൾ ഞാനുമായി ഷെയർ ചെയ്യുന്നു എന്ന മറുപടി പറഞ്ഞപ്പോൾ സുധാമൂർത്തി ചോദിച്ചു, ബട്ട് ഹൗ ക്യാൻ യു സോൾവ് ദ ട്രബിൾസ് ഓഫ് സോ മെനി പീപ്പിൾ? ഒരാളുടെ പ്രശ്നങ്ങൾ കേട്ട് ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് വല്ല സജഷനോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും. പക്ഷേ രത്ന എന്ന് പറയുന്ന സീനിയർ ക്ലർക്ക് ചെയ്യുന്നത് തൻ്റെ മുമ്പിൽ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്, ആ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ആര് കേൾക്കുകയാണ്? രത്ന കേൾക്കുകയാണ് അല്ലേ? അപ്പോൾ സുധാമൂർത്തി ചോദിക്കുന്നു, ഹൗ ക്യാൻ യു സോൾവ്, നിങ്ങൾക്ക് എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക ദ ട്രബിൾസ്, പ്രശ്നങ്ങൾ ഓഫ് സോ മെനി പീപ്പിൾ, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ധാരാളം ആളുകളുടെ. ഡു യു ഓൾവേസ് ഹാവ് ആൻ ആൻസർ ഫോർ ദം? അവരോരോരുത്തർക്കും നിങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുമോ? നോ. അപ്പോൾ രത്ന പറഞ്ഞു, ഇല്ല. ഐ ഓൺലി ലിസൺ, ഞാൻ ശ്രദ്ധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ പാരഗ്രാഫിൽ പറഞ്ഞല്ലോ, നമുക്കിതൊരു നിസ്സാരമായി തോന്നിയേക്കാം, പക്ഷെ നമ്മളെ ക്യാരക്ടറിനെ കുറിച്ചിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് എത്രത്തോളം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കുറച്ച് സമയം കേട്ടിരിക്കാൻ, 1 മിനിറ്റോ 5 മിനിറ്റോ നമ്മൾ കേട്ടിരിക്കും. അതിലുപരി കേട്ടിരിക്കാൻ നമുക്ക് ക്ഷമ ഉണ്ടാവോ? നമ്മൾ എന്ത് ചെയ്യും? അത് ബ്രേക്ക് ചെയ്യും, എങ്ങനെയെങ്കിലൊക്കെ നമ്മളെ സംസാരം എന്ത് ചെയ്യും? തടസ്സപ്പെടുത്തും. പക്ഷേ ഇവിടെ രത്നയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ രത്നയുടെ ഒരു ഫീച്ചർ, പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ആളുകളുടെയും പ്രയാസങ്ങൾ ക്ഷമയോടുകൂടി കേട്ടിരിക്കും. അപ്പോൾ സുധാമൂർത്തി ചോദിച്ചു, ആൻഡ് ദാറ്റ് ഈസ് ഇനഫ്, അത്രേ ഉള്ളൂ, കേട്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്? ദാറ്റ് സോൾവ്സ് ദ പ്രോബ്ലം, അങ്ങനെ കേട്ടിരുന്ന അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ? പ്രോബ്ലംസ് പരിഹരിക്കാൻ കഴിയുമോ എന്ന് സുധാമൂർത്തി രത്നയോട് ചോദിച്ചു. ഐ വാസ് യങ് ആൻഡ്, അപ്പോൾ സുധാമൂർത്തി പറയുന്നു, ഐ വാസ് യങ് ആൻഡ് ഇൻക്രെഡുലസ് അറ്റ് സച്ച് എ സിംപ്ലിസിറ്റിക് ഔട്ട്ലുക്ക്. നമുക്കൊക്കെ തോന്നുന്നത് പോലെ തന്നെ ഐ വാസ് യങ്, ഞാൻ അന്ന് ചെറുപ്പമായിരുന്നു. ആൻഡ് ഇൻക്രെഡുലസ് എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ, സംശയമുള്ള ആളായിരുന്നു. ഒരു ഡൗട്ട് തോന്നി. അറ്റ് സച്ച്, അത്തരത്തിലുള്ള സിംപ്ലിസ്റ്റിക്, നിസാരമായ ഔട്ട്ലുക്ക്, കാഴ്ചപ്പാടിനോട്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേട്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്നുള്ള വളരെ നിസാരമായ കാഴ്ചപ്പാടിനോട് ചെറുപ്പക്കാരിയായ എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ രത്ന ആൻസേർഡ്, രത്ന ഉത്തരം നൽകി. വിത്ത് ദ സെയിം പേഷ്യൻസ്, ഒരേ ക്ഷമയോടുകൂടി, ആൻഡ് അഫെക്ഷൻ, ഒരേ വാത്സല്യത്തോടുകൂടി. അതായത് ഷീ മസ്റ്റ് ഹാവ് യൂസ്ഡ്, ആ വാത്സല്യവും ആ ക്ഷമയുമാണ് എന്ത് ചെയ്യുന്നത്? രത്ന ഉപയോഗിക്കുന്നത്. വിത്ത് ഓൾ മൈ കൊളീഗ്സ്, എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും, ആ കമ്പനിയിലുള്ള എല്ലാ ആളുകളോടും നമ്മുടെ രത്ന ഉപയോഗിക്കുന്നത് എന്താണ്? ഉപയോഗിക്കുന്ന ക്വാളിറ്റീസ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ക്ഷമയും വാത്സല്യവുമാണ്. ആ ഒരു ക്ഷമയോടും വാത്സല്യത്തോടും കൂടി ഞാൻ ചോദിക്കുന്ന, വിമർശിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി? രത്ന ഉത്തരം നൽകി, ഒരു വെറുപ്പുമില്ലാതെ. എന്നിട്ട് രത്ന പറഞ്ഞു, ഐ ആം നോട്ട് എ ട്രെയിൻഡ് കൗൺസിലർ, ഞാനൊരു പരിശീലനം കിട്ടിയ കൗൺസിലർ അല്ല, സൈക്കോളജിസ്റ്റ് അല്ല. ഓർ ആൻ ഇൻ്റലക്ച്വൽ, ഞാനൊരു ബുദ്ധിമതിയുമല്ല, ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്ര ബുദ്ധിയുള്ള ആളൊന്നുമല്ല. നോ വൺ ക്യാൻ സോൾവ് യുവർ പ്രോബ്ലം. എന്നിട്ട് സുധാമൂർത്തിയോട് രത്ന പറഞ്ഞു, ഒരാൾക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. യു ഹാവ് ടു ഡു ഇറ്റ് യുവർ സെൽഫ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്ന് രത്ന സുധാമൂർത്തിയോട് പറഞ്ഞു. അപ്പോൾ സുധാമൂർത്തി ചോദിച്ചു, ദെൻ ഹൗ ഡു യു ഹെൽപ്പ് ദം ബൈ ലിസണിങ് ടു ദം? പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക്, ഇപ്പോൾ നിങ്ങൾ രത്ന പറഞ്ഞല്ലോ, ഓരോരുത്തരും അവരുടെ പ്രശ്നങ്ങൾ ഓരോരുത്തരും അവരവർ തന്നെയാണ് പരിഹരിക്കേണ്ടത് എന്ന് രത്ന പറഞ്ഞപ്പോൾ സുധാമൂർത്തി ചോദിച്ചു, ദെൻ ഹൗ ഡു യു ഹെൽപ്പ് ദം? പിന്നെ നിങ്ങൾ എങ്ങനെയാണ് സഹായിക്കുന്നത്? ബൈ ലിസണിങ് ടു ദം, അവരുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് അവർക്ക് പരിഹാരമുണ്ടാക്കുന്നത്? അപ്പോൾ രത്ന പറഞ്ഞു, ഗോഡ് ഹാസ് ഗിവൻ മീ, ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട് 2 ears, 2 ചെവികൾ നൽകിയിട്ടുണ്ട്. ടു ലിസൺ ടു അതേഴ്സ്, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ. ഐ ഹിയർ ദം, ഐ ഹിയർ ദം ഔട്ട്, ഞാൻ അവർ പറയുന്നത് കേൾക്കുന്നു. വിത്ത് സിമ്പതി, അനുകമ്പയോടുകൂടി. ആൻഡ് വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്, യാതൊരുവിധ മുൻവിധിയുമില്ല. ജഡ്ജ്മെൻറ്റുമില്ലാതെ, വിധിയും നടപ്പിലാക്കാതെ ഞാൻ എന്ത് ചെയ്യുന്നു? പിന്നെ മറ്റുള്ളവർ പറയുന്ന കാര്യം ഞാൻ അനുകമ്പയോടുകൂടി കേൾക്കുന്നു.
അല്ലേ? ഇങ്ങനെ കേൾക്കാൻ നമുക്ക് പല ആളുകൾക്കും, അല്ലേ, ഭൂരിഭാഗം ആളുകൾക്കും കഴിയില്ല. നമ്മൾ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളൊന്നെങ്കിൽ അതിനെ എതിർക്കും, അല്ലെങ്കിൽ നമ്മൾ കുറ്റപ്പെടുത്തും, അല്ലേ? ഒരാളെ പ്രശ്നങ്ങൾ നമ്മളോട് ഇങ്ങനെ പറയുകയാണെങ്കിൽ കുറച്ച് നമ്മൾ കേട്ടെന്ന് പറഞ്ഞിട്ടും നിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അത് പറയുന്ന ആൾക്ക് ഏറെ എന്താവും? ബുദ്ധിമുട്ടാവും. അപ്പോൾ അതാണ് ഇവിടെ രത്ന പറയുന്നത്. എന്ത്? ഞാനൊരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ, ഒരു വിധിയുമില്ലാതെ, ഒരു എന്താ പറയുക, വളരെ അനുകമ്പയോടുകൂടി സ്നേഹത്തോടുകൂടി എന്ത് ചെയ്യും? അവർ പറയുന്നത് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ കേൾക്കും. വെൻ എ പേഴ്സൺ ഇൻ ട്രബിൾ, ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട ഒരു വ്യക്തി, ഓർ അല്ലെങ്കിൽ അണ്ടർ എ ലോട്ട് ഓഫ് സ്ട്രെയിൻ ആണ് സമ്മർദ്ദം, സ്ട്രെസ്സ്, പ്രഷർ, ഒരുപാട് സമ്മർദ്ദത്തിൽ അകപ്പെട്ട ഒരു വ്യക്തി ഫൈൻസ്, അയാൾ കണ്ടെത്തുന്നു ആൻ ഔട്ട്ലെറ്റ്, ഒരു ആശ്വാസം കണ്ടെത്തുന്നു ഫോർ ഹിസ് വറീസ്, അയാളുടെ വിഷമങ്ങൾക്കുള്ള ഒരു ആശ്വാസം കണ്ടെത്തുന്നു. എന്ത്? അങ്ങനെ കേൾക്കുകയാണെങ്കിൽ, അങ്ങനെ കേൾക്കാനുള്ള ഒരാളുണ്ടാവുകയാണെങ്കിൽ ഇറ്റ് റിലീവ്സ്, മാത്രമല്ല അത് ആശ്വസിപ്പിക്കുന്നു ഹാഫ് ഹിസ് ബേർഡൻ, അയാളുടെ പ്രശ്നത്തിൻ്റെ അല്ലെങ്കിൽ അയാളുടെ മനസ്സിൻ്റെ ഭാരത്തിൻ്റെ പകുതിയും എന്ത് ചെയ്യുന്നു? അത് കുറച്ചു കൊടുക്കുന്നു, ഇല്ലാതെയാക്കുന്നു, ഭാരം ഇല്ലാതെയാക്കുന്നു, ടെൻഷൻ ഇല്ലാതെയാക്കുന്നു. അങ്ങനെയാണല്ലോ ചില ആളുകൾക്കൊക്കെ വളരെ നല്ല സുഹൃത്തുക്കളുണ്ടാവും, അല്ലേ? എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാൽ നമുക്കപ്പോൾ നമ്മളെ മനസ്സിലേക്ക് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മുഖം നമ്മളെ മനസ്സിലേക്ക് വരും, അല്ലേ? അപ്പോൾ നമ്മളെ മനസ്സിൽ തോന്നുന്നൊരു ചിന്ത എന്താണ്? ഇഫ് ഐ ടെൽ ഹിം, അല്ലെങ്കിൽ ഇഫ് ഐ ടെൽ മൈ പ്രോബ്ലം ടു ഹിം ഓർ ടു ഹർ, ഞാൻ എൻ്റെ പ്രശ്നം അവളോട് പറയുകയാണെങ്കിൽ എന്താ പറയും? എനിക്കൊരു ആശ്വാസം കിട്ടും, നല്ല വാക്കുകൾ അവൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവളുടെ അടുത്ത് നിന്ന് കിട്ടും, അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് വളരെ ക്ഷമയോടുകൂടി നമ്മളെ കേൾക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? രത്നയും ചെയ്യുന്നത്. ഐ തോട്ട് ഫോർ സം ടൈം ആൻഡ് സെറ്റ്, ഞാൻ കുറച്ചു നേരം ചിന്തിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, രത്നയോട് സുധാമൂർത്തി പറഞ്ഞു, പക്ഷേ ഡോണ്ട് യു എവർ ബ്രേക്ക്, നിങ്ങൾ എപ്പോഴെങ്കിലും പൊട്ടിക്കുകയില്ല, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുകയില്ലേ, തകർക്കുകയില്ലേ, ദ കോൺഫിഡൻസ്, ആത്മവിശ്വാസം, ആൻഡ് ടെൽ അതേഴ്സ്, എന്നിട്ട് മറ്റുള്ളവരോട് നിങ്ങൾ പറയില്ലേ, ദ സീക്രട്സ് യു ഹിയർ, മറ്റുള്ളവർ നിങ്ങളോട് പറയുന്ന രഹസ്യമായ കാര്യങ്ങൾ, പ്രശ്നങ്ങളിലെ നമ്മളെ പ്രശ്നങ്ങൾ, നമ്മളെ സുഹൃത്തിനോട് നമ്മൾ വളരെ രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്താഗ്രഹിക്കുന്നില്ല? നമ്മളെ സുഹൃത്ത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന നമുക്കിഷ്ടമല്ല. അപ്പോൾ സുധാമൂർത്തി രത്നയോട് ചോദിക്കുക, നിങ്ങളോട് രഹസ്യമായി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈവൻ ബൈ മിസ്റ്റേക്ക്, അബദ്ധവശാലെങ്കിലും നിങ്ങൾ മറ്റുള്ളവരോടത് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം, കോൺഫിഡൻസ് നിങ്ങൾ തകർക്കുകയില്ലേ, ബ്രേക്ക് ചെയ്യുകയില്ലേ എന്ന് ആര് ചോദിച്ചു? സുധാമൂർത്തി രത്നയോട് ചോദിച്ചു. അപ്പോൾ സുധാമൂർത്തിയുടെ ചോദ്യം, നിങ്ങൾ അബദ്ധവശാലെങ്കിലും മറ്റുള്ളവർ നിങ്ങളോട് പറയുന്ന രഹസ്യം നിങ്ങൾ എന്ത് ചെയ്യൂലേ? മറ്റുള്ള ആളുകളോട് നിങ്ങളത് പറയുകയില്ലേ, എന്നിട്ട് അവരുടെ ആത്മവിശ്വാസം, അവരുടെ വിശ്വാസം നിങ്ങൾ തകർക്കുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് രത്ന പറയുന്നു, നോട്ട് ഈവൻ ഇൻ മൈ ഡ്രീംസ്, എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെ ചെയ്യുകയില്ല. ഐ കൺസിഡർ ദാറ്റ്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാനതിനെ പരിഗണിക്കുന്നു, ഞാനതിനെ കണക്കാക്കുന്നു ടു ബി ദ വേസ്റ്റ് കൈൻഡ്, ഏറ്റവും മോശമായ തരത്തിലുള്ള ഓഫ് ബിട്രയൽ, ഒരു വഞ്ചനയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. മാത്രമല്ല ഐ ഡോണ്ട് തിങ്ക്, ഞാൻ ചിന്തിക്കുന്നില്ല, ദർ ഈസ് എ ഗ്രേറ്റർ സിൻ, വലിയ ഒരു പാപമുണ്ട്, പാപം, മിസ്ഡീഡ്, ദാൻ ബിട്രേയിങ്, വഞ്ചിക്കുന്നതിനേക്കാൾ സംവൺസ് കോൺഫിഡൻസ്, ഒരാളുടെ ആത്മവിശ്വാസത്തെ വഞ്ചിക്കുന്നതിനേക്കാൾ കൂടുതലായൊരു പാപമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ദേ ടെൽ മീ, അവർ എന്നോട് പറയുന്നു, ദേ വറീസ്, അവരുടെ വിഷമങ്ങൾ എന്നോട് പറയുന്നു, ബിക്കോസ് കാരണം ദേ നോ, അവർക്കറിയാം, ഐ വിൽ നെവർ ടോക്ക് അബൌട്ട് ഇറ്റ്, ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കലും മറ്റൊരാളോട് പറയില്ല. ഓർ അല്ലെങ്കിൽ ഗോസിപ്പ് അബൌട്ട് ഇറ്റ്, ഞാൻ എന്ത് ചെയ്യൂല, ആ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നുണ പറയുകയില്ല ടു അനദർ പേഴ്സൺ, മറ്റൊരു വ്യക്തിയോട് അതിനെക്കുറിച്ച് നുണ പറഞ്ഞുണ്ടാക്കുകയില്ല എന്ന് അവർക്കറിയാം. ഓൺലി വെൻ, അപ്പോൾ മാത്രമേ ദേ നോ, അവർക്കറിയുകയുള്ളൂ, അല്ലെങ്കിൽ അവർക്കറിയുകയുള്ളൂ, ദെയർ വേർഡ്സ്, അവരുടെ വാക്കുകൾ ആർ സെക്യൂർ, സുരക്ഷിതമാണ്, വിത്ത് മീ, എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ എന്നോടൊപ്പം. ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്, മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ അവരെന്ത് വിശ്വസിക്കുള്ളൂ? അവർ പറയുന്ന കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ സുരക്ഷിതമാണ് എന്നവർ വിശ്വസിക്കുകയുള്ളൂ. ക്യാൻ ദേ ടോക്ക്, മാത്രമല്ല ആ ഒരു സാഹചര്യം, അല്ലേ, നമുക്കിപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ടാകും, അല്ലേ, എല്ലാ സുഹൃത്തുക്കളോടും നമ്മളുടെ രഹസ്യങ്ങൾ, നമ്മളെ പ്രശ്നങ്ങൾ നമ്മൾ എല്ലാവരോടും ഒരുപോലെ പറയൂല. കാരണം എന്താ?
നമുക്ക് വിശ്വാസം എല്ലാ സുഹൃത്തുക്കളും ഉണ്ടാവില്ല. വളരെ വിശ്വാസമുള്ള നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൻ അല്ലെങ്കിൽ അവൾ മറ്റുള്ള ആരോടും പറയുകയില്ല, അവൻ്റെ മനസ്സിൽ തന്നെ സുരക്ഷിതമായിരിക്കും അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ തന്നെ സുരക്ഷിതമായിരിക്കും എന്ന് വിശ്വാസമുള്ള ആളുകളോടെ പറയുള്ളൂ. അതാണ് രത്ന പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ക്യാൻ ദേ ടോക്ക് ടു മീ ഫ്രീലി, അവർക്ക് എന്നോട് സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയുകയുള്ളൂ. ദിസ് വേ, ഈ രീതിയിലൂടെയാണ് ഐ റിലീഫ്, ഞാൻ ആശ്വാസം നൽകുന്നത്, ദേ ബേർഡൻ, അവരുടെ ടെൻഷൻസിന് അല്ലെങ്കിൽ അവരുടെ മനസ്സിലെ ഭാരങ്ങൾക്ക്, ഫോർ എ ഷോർട്ട് വൈൽ, കുറച്ച് നേരത്തേക്ക്, ടിൽ ദേ ആർ റെഡി, അവർ തയ്യാറാകുന്നത് വരെ ടു പിക്ക് ദംസെൽസ് അപ്പ്, അവർ സ്വയം വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ മനസ്സിനെ ഒന്ന് മനസ്സിനെ ഒരു ആശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും, ആൻഡ് ക്യാരി ഓൺ, അവർക്ക് തുടരാനും, വിത്ത് ദെയർ ജേണി, അവരുടെ ജീവിതമാകുന്ന യാത്രയെ. ഹെർ വേർഡ്സ്, ഈ രത്നയുടെ ഈ ഒരു മറുപടി, ഹെർ വേർഡ്സ്, ഈ രത്നയുടെ വാക്കുകൾ, അൺകാനലി, മിസ്റ്റീരിയസ്ലി, ദുരൂഹമായിക്കൊണ്ട് എക്കോഡ്, മുഴങ്ങി, മൈ ഗ്രാൻഡ് ഫാദേഴ്സ്, എൻ്റെ ഗ്രാൻഡ് ഫാദറുടെ ഗ്രാൻഡ് ശബ്ദത്തെ എൻ്റെ മനസ്സിൽ മുഴക്കി. റിഫ്ലക്റ്റഡ്, കണ്ടോ? ഈ രത്ന ചെയ്യുന്ന ഈ പ്രവൃത്തി അല്ലെങ്കിൽ രത്ന ഓഫീസിൽ തന്നെ സഹപ്രവർത്തകർക്ക് വേണ്ടി ചെയ്യുന്ന ഈ കാര്യം സുധാമൂർത്തിയുടെ മനസ്സിലേക്ക് തൻ്റെ ഗ്രാൻഡ് വാക്കുകൾ കൊണ്ടുവന്നു, അല്ലേ? അപ്പോൾ ഈ സംഭവമാണ്, രത്നയുടെ ഈ സംഭവമാണ് തൻ്റെ കുട്ടിക്കാലത്തെ ഹൊറിഗല്ലു എന്ന് ആ ഹൊറിഗല്ലും ആ ആൽമരവും അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളും സുധാമൂർത്തിയുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നത്. കണ്ടോ? ഹെർ വേർഡ്സ്, രത്നയുടെ വാക്കുകൾ, അൺകാനലി, വളരെ മിസ്റ്റീരിയസ്ലി, ദുരൂഹമായിട്ട്, എക്കോഡ്, പ്രതിധ്വനി ഉണ്ടാക്കി അല്ലെങ്കിൽ പ്രതിഫലിപ്പിച്ചു, മൈ ഗ്രാൻഡ് ഫാദേഴ്സ്, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ശബ്ദത്തെ അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പ്രവൃത്തിയെ. സിറ്റിംഗ്, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇരിക്കാറുണ്ട് ഓൺ ദ സ്റ്റോൺ ബെഞ്ച് അണ്ടർ ദ ബനിയൻ ട്രീ, ആ ആൽമരത്തിൻ്റെ ചുവട്ടിലുള്ള സ്റ്റോൺ ബെഞ്ചിൽ. പെർഹാപ്സ്. അപ്പോൾ ബോത്ത് സുധാമൂർത്തിസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന ആർ ഡൂയിങ് ദ സെയിം തിങ്, അല്ലേ? സുധാമൂർത്തിയുടെ ഗ്രാൻഡ് പാ ചെയ്യുന്നതും രത്ന ചെയ്യുന്നതും ഒരേ കാര്യമാണ്, അല്ലേ? എന്താ പറയുക, ഇവിടെ ഹൊറിഗല്ലു എന്ന് പറയുന്നൊരു സിമ്പലാണ്, ഒരു പ്രതീകമാണ്, അല്ലേ? അതൊരു പ്ലേസാണ്. അതുപോലെ തന്നെ ഹൊറിഗല്ലു എന്ന് പറയുന്ന അതേ പ്രതീകമുള്ള മറ്റൊന്നാണെന്ത്, ഇവിടെ രത്ന എന്ന് പറയുന്നത് ഒരു പേഴ്സൺ, അതൊരു വ്യക്തിയാണ്, അതൊരു പ്രതീകമാണ്. അപ്പോൾ രത്ന എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു സിമ്പലാണ്. ഹൊറിഗല്ലു എന്ന് പറയുന്നതും ഒരു പ്രതീകമാണ്, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പല ആളുകളുടെയും ജീവിതത്തിൽ പല ആളുകൾക്കും പല രീതിയിലാണ് എന്താ പറയുക മറ്റുള്ളവർ ഇൻഫ്ലുവൻസ് ഉണ്ടാവുക. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില സ്ഥലങ്ങളാണ് അവർക്ക് ആശ്വാസം നൽകുക. അവിടെ ചെന്ന് വിശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മനസ്സിലെ ഭാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ആളുകൾക്ക് വ്യക്തികളാണ്, ചില വ്യക്തികളോട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർക്ക് അവരുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടും. ഓക്കെ, ഏതായാലും പെർഹാപ്സ് സുധാമൂർത്തി പറയുന്നു, ഒരു പക്ഷേ ഇൻ ദെയർ ഓൺ സ്മോൾ വേയ്സ്, അവരുടേതായ ചെറിയ രീതികളിൽ, അതായത് ഗ്രാൻഡ് പേയും രത്നയാണ് ഉദ്ദേശിക്കുന്നത്. വിത്തൗട്ട് ആക്സസ് ടു ഗ്രേറ്റ് വെൽത്ത്, ഒരു വലിയ സമ്പത്തും ലഭിക്കാതെ, വിത്തൗട്ട് ഗെറ്റിംഗ് എന്താ പറയുക എ റിവാർഡ്, ഒരു പ്രതിഫലവും ലഭിക്കാതെ അല്ലെങ്കിൽ ഒരു പ്രതിഫലവും മേടിക്കാതെ, ആഗ്രഹിക്കാതെ, ബോത്ത് ദീസ് പീപ്പിൾ, ഈ രണ്ടാളുകളും, അതായത് ഗ്രാൻഡ് പേയും രത്നയും, അവർ ചെയ്യുന്നുണ്ടായിരുന്നു ട്രെമൻഡസ്, വലിയ സോഷ്യൽ സർവീസ്, സാമൂഹിക സേവനം. നോ വൺ തോട്ട് ഓഫ് അക്നോളജിങ് ദെയർ വർക്ക്, അല്ലേ? ഒരാളും ചിന്തിച്ചില്ല ഓഫ് അക്നോളജിങ്, അംഗീകരിക്കുന്നതിനെക്കുറിച്ച്, ദെയർ വർക്ക്, അവർ രണ്ടുപേരുടെയും പ്രവർത്തനം, അല്ലെങ്കിൽ റിവാർഡിങ് ദം ഫോർ ഇറ്റ്, അവർക്ക് അതിന് വേണ്ടിയിട്ടൊരു പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഒരാളും ചിന്തിച്ചില്ല. പക്ഷേ ദേ കണ്ടിന്യൂഡ്, അതിനൊന്നും അവർ കാത്തു നിൽക്കാതെ, അല്ലേ? ദേ ഡിഡ് നോട്ട് വെയിറ്റ് ഫോർ ദാറ്റ്, അതിനൊന്നും കാത്തു നിൽക്കാതെ ദേ കണ്ടിന്യൂഡ് ടു ഡു സോ, അവർ അവരുടെ സോഷ്യൽ സർവീസ് ചെയ്യുന്നത് തുടർന്നു. കാരണം എന്താ? ബിക്കോസ് എന്തുകൊണ്ട് അങ്ങനെ തുടരാൻ കാരണം എന്താ? ബിക്കോസ് ദീസ് ആക്ട്സ് ഓഫ് കൈൻഡ്നെസ്, അല്ലേ, അവരുടെ കരുണയുടെ അല്ലെങ്കിൽ ദയയുടെ ഈ പ്രവർത്തനങ്ങൾ ഗേവ് ദം ജോയ്, അവർക്ക് സന്തോഷം നൽകി, അല്ലേ? നമ്മുടെ ഫിറോസ് കുന്നുംപറമ്പിൽ പോലെ അല്ലെങ്കിൽ മറ്റുള്ള സാമൂഹിക പ്രവർത്തകരെ പോലെ വലിയ വലിയ കാര്യങ്ങളൊന്നും ആര് ചെയ്യുന്നില്ല, ഈ നമ്മുടെ സുധാമൂർത്തിയുടെ ഗ്രാൻഡ് പേയും അതുപോലെ തന്നെ രത്നയും ചെയ്യുന്നില്ല. പക്ഷേ അവർ ചെയ്യുന്ന ചെറിയ കാര്യമാണെങ്കിലും മറ്റൊരു സമൂഹത്തിന്, മറ്റു ചില ആളുകൾക്ക് വലിയ ഒരു ആശ്വാസമാണ് നൽകുന്നത്. ഇഫ് എവർ നൗ ഐ ഹാപ്പൻ ടു പാസ് എ ഹൊറിഗല്ലു ഇൻ എ വില്ലേജ്, സുധാമൂർത്തി പറയുന്നു, എപ്പോഴെങ്കിലും ഐ ഹാപ്പൻ ടു പാസ്, ഞാൻ കടന്നു പോകാനിടയാകുകയാണെങ്കിൽ, എ ഹൊറിഗല്ലു, ഒരു ഹൊറിഗല്ലുവിന് അടുത്തുകൂടെ,
ഒരു ഹൊറിഗല്ലുവിന് അടുത്തുകൂടെ ഒരു സ്റ്റോൺ ബെഞ്ച് ആകണമെന്നില്ല, എന്തുമാവാം, അതേപോലെയുള്ള എന്തെങ്കിലും സിമിലർ അറേഞ്ച്മെൻറ്റ്സ് ആകാം, അതിൻ്റെ അടുത്തുകൂടെ ഞാൻ നടന്നു പോകുന്നത് ഇടയാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ നടന്നു പോകാൻ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, ഐ റിമെമ്പർ ദം, ഞാൻ അവരെ ഓർക്കാറുണ്ട്. ഗ്രാൻഡ് പേയും അതുപോലെ തന്നെ രത്നയും ഞാൻ ഓർക്കാറുണ്ട്. ആൻഡ് വിഷ്, എന്നിട്ട് ഞാൻ ആഗ്രഹിക്കാറുമുണ്ട്, ദർ വർ മെനി മോർ ഓഫ് ദം ഇൻ ദിസ് വേൾഡ്, എൻ്റെ ഗ്രാൻഡ് പേയെപ്പോലെ അല്ലെങ്കിൽ രത്നയെപ്പോലെ കൂടുതൽ അതുപോലെയുള്ള ആളുകൾ ഇനിയും ഈ ലോകത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഓർക്കാറുണ്ട്. ഓക്കെ, ഐ തിങ്ക് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ് ദ ചാപ്റ്റർ. താങ്ക് യു.